വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് ഷൈജു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ വരാൻ പോകുന്ന CCB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് മുമ്പേ നമ്മുടെ മാത്സിന്റെ ക്ലാസിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് LCM ആൻഡ് HCF എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തണം എന്നാണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഈ ഒരു ടോപ്പിക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്ത ഏത് ഭാഗമാണ് അറിയാത്തത് എന്നുള്ള കാര്യത്തില് നിങ്ങൾ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ അതിന്റെ വീഡിയോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ സെറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരുമിച്ച് നമ്മൾ വളരെ ഒരു സുഗമമായ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ നമ്മൾ നേടിയെടുത്തിരിക്കും. വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഓരോ ദിവസങ്ങൾ തള്ളി നീക്കണം. നമുക്ക് ആ ടോപ്പിക്കിലെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമേ എന്താണ് LCM എന്ന് ചോദിച്ചാൽ, LCM HCF എന്ന് പറയുന്ന വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ്. എപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കാണ്, സ്ഥിരം വാക്കുകളാണ്. എന്താണ് LCM എന്ന് ചോദിച്ചാൽ, ഇവിടെ മക്കളെ LCM എന്ന് പറഞ്ഞാല് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കണ്ടോ എടാ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന പേരാണ് LCM. അതേപോലെ എന്താണ് HCF എന്ന് ചോദിച്ചാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന പേര് LCM, ഹയസ്റ്റ് കോമൺ ഫാക്ടറിന് പറയുന്ന പേര് HCF അല്ലെങ്കിൽ ഉസാഖ. LCMന്റെ മലയാളമാണ് ലസാഗു. HCF എന്ന് പറഞ്ഞാൽ ഉസാഖ, ഉത്തമ സാധാരണ ഘടകം എന്ന് പറയും. ഉത്തമ സാധാരണ ഘടകം ഉസാഖ. ലഘുതമ സാധാരണ ഗുണിതം ലസാഗു. രണ്ട് വാക്കുകൾ ചുമ്മാ ഒന്ന് ഓർത്തിരിക്കണേ. ഇനി ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് 2, 4, 6 LCM കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, എടാ LCM എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് ഓരോ നമ്പറിന്റെയും ലീസ്റ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുന്ന പേരാണ് എന്ത്? LCM എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 2ന്റെയും 4ന്റെയും 6ന്റെ LCM എത്ര എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ 2ന്റെ മൾട്ടിപ്പിൾ അങ്ങോട്ട് എഴുതണം. അതിനുശേഷം നിങ്ങൾ 4ന്റെ മൾട്ടിപ്പിൾ എഴുതണം. അതിനുശേഷം 6ന്റെ മൾട്ടിപ്പിൾ എഴുതണം. എന്നിട്ട് ലീസ്റ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഉണ്ടല്ലോ, അതിനിങ്ങനെ പിടിക്കുക. അതായിരിക്കും നിങ്ങളുടെ ഉത്തരം. 2ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? 1 2 2, ഈ 2 4, 3 2 6, 4 2 8, 5 2 10, 6 2 12, 7 2 14 എക്സെട്ര. ഇതൊക്കെയാണ് ഏതിന്റെ മൾട്ടിപ്പിൾ? 2ന്റെ മൾട്ടിപ്പിൾ. ഇതൊക്കെയാണ് 2ന്റെ മൾട്ടിപ്പിൾ. അങ്ങനെയാണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാല്, എടാ 1 4 4, 2 4 8, 3 4 12, 4 16, 5 4 20. ഇതൊക്കെയാണ് 4ന്റെ മൾട്ടിപ്പിൾ, 4ന്റെ ഗുണിതങ്ങൾ. 6ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാല് 1 6 6, 2 6 12, 3 6 18, 4 6 24, 5 6 30. ഇതൊക്കെയാണ് 6ന്റെ മൾട്ടിപ്പിൾ. കണ്ടോ, ഏറ്റവും ചെറിയ പൊതുഗുണിതം മലയാളത്തിൽ പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കോമൺ ആയിട്ടുള്ള ലീസ്റ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ. കോമൺ ആയിരിക്കണം, ലീസ്റ്റ് ആയിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും എടാ കോമൺ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വേണം. 4 ഇവിടെയും ഇവിടെയും ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. 6 ആകുമ്പോൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. അങ്ങനെ നമ്മൾ നോക്കി നോക്കി പോകുമ്പോൾ നമുക്ക് വരുന്ന വ്യക്തിയാണ് ആര്? 12. 12 ആവുമ്പോൾ എല്ലാത്തിലും ഉണ്ട്, ഏറ്റവും ചെറിയ സംഖ്യയാണ്. എല്ലാത്തിലുമുള്ള ഏറ്റവും ചെറിയ ഗുണിതം ഉണ്ടല്ലോ, മൾട്ടിപ്പിൾ ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് LCM. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കോമൺ ആയിരിക്കണം, ലീസ്റ്റ് ആയിരിക്കണം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിനെ പറയുന്ന പേരാണ് LCM എന്ന് ഓർത്തിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ 2ന്റെയും 4ന്റെയും 6ന്റെയും LCM എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ 12 എന്ന് എഴുതി അവസാനിപ്പിക്കണം. ഇതിന് വേറെ എളുപ്പവഴിയൊക്കെ ഉണ്ട്, പക്ഷെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് LCM എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 2 2 സംഖ്യകളുടെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിളിനെ പറയുന്ന പേരാണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിനെ പറയുന്ന പേരാണ് LCM. വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. ഇനി HCF എന്ന് പറയുന്ന വാക്ക് 2ന്റെയും 4ന്റെയും 6ന്റെയും HCF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
എടാ HCF എന്ന് പറഞ്ഞാല് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഏറ്റവും വലിയ പൊതുവായിട്ടുള്ള ഫാക്ടർ. ഫാക്ടർ എന്ന് പറഞ്ഞാല് ഘടകം എന്ന് പറയും. അപ്പോൾ ഏറ്റവും വലിയ പൊതു ഘടകത്തിനെ പറയുന്ന പേരാണ് HCF. ഏറ്റവും വലുതായിരിക്കണം, പൊതുവായിട്ടുള്ളതായിരിക്കണം, കോമൺ ആയിരിക്കണം, ഫാക്ടർ ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ നമ്പറിന്റെയും ഫാക്ടേഴ്സ് നമ്മൾ എഴുതണം. ഫാക്ടർ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എടാ ഫാക്ടർ എന്ന് പറഞ്ഞ അർത്ഥം ഒരു സംഖ്യ കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം, അതിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ് ഫാക്ടർ എന്ന് പറഞ്ഞ അർത്ഥം? എന്താണ്? ഒരു സംഖ്യ കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് രണ്ട് കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. അപ്പോഴേ നിങ്ങൾ പറയും സാറേ 1 × 2 അല്ലാതെ വേറെ ഗ്രൂപ്പ് ഇല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. സോ രണ്ടിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 എന്ന് പറയുന്ന സംഖ്യയും അതേപോലെ 2 എന്ന് പറയുന്ന സംഖ്യയും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 4ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് 1 × 4, 2 × 2, അതായത് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. ഇതാണ് 4ന്റെ ഫാക്ടേഴ്സ്. 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് 1 6 6, 2 × 3 6, അല്ലാതെ വേറെ ഗ്രൂപ്പ് ഒന്നും ഇല്ല. അതായത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. ഇതൊക്കെയാണ് 6ന്റെ ഫാക്ടേഴ്സ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഏറ്റവും വലിയ ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്നാണ് അർത്ഥം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് 2 അല്ലേ? ഹയസ്റ്റ് ആയിരിക്കണം, ഏറ്റവും വലുതായിരിക്കണം, കോമൺ ആയിരിക്കണം ഫാക്ടർ. സോ 2ന്റെയും 4ന്റെയും 6ന്റെയും HCF എന്ന് പറഞ്ഞാൽ എത്ര? ആൻസർ 2 ആണ്. അപ്പൊ സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ എന്താണ് LCM എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, 2ഓ 2-ലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതു ഗുണിതം, പൊതുവായിട്ടുള്ള മൾട്ടിപ്പിളിനെ പറയുന്ന പേരാണ് LCM. അതേപോലെ 2ഓ 2-ലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതു ഘടകം അല്ലെങ്കിൽ ഏറ്റവും വലിയ പൊതുവായിട്ടുള്ള ഫാക്ടറിനെ പറയുന്ന പേരാണ് HCF എന്നും ഓർത്തിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാം. ഒന്നാമത്തെ ടൈപ്പ് നാച്ചുറൽ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാൻ പോവാ. നാച്ചുറൽ നമ്പേഴ്സ്. എടാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ്, മലയാളത്തിൽ പറഞ്ഞാല് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ എന്ന് പറയും. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ പറഞ്ഞ 5, 15, 30. സോ LCM കണ്ടുപിടിക്കാൻ പോവാണ്. 5ന്റെയും 15ന്റെയും 30ന്റെ LCM ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5, 15, 30 അങ്ങോട്ട് എഴുതണം. ഇങ്ങനെ അങ്ങോട്ട് എഴുതണം. എല്ലാവർക്കും എഴുതാൻ അറിയാമല്ലോ. എന്നിട്ട് ഫാക്ടറൈസ് ചെയ്യണം. ഏത് നമ്പർ കൊണ്ടാ? എടാ മക്കളെ, പ്രൈം നമ്പർ കൊണ്ട് ഫാക്ടറൈസ് ചെയ്യണം. പ്രൈം നമ്പർ 2, 3, 5, 7, 11, 13, 17, 19, 23 അങ്ങനെ വരുന്ന പ്രൈം നമ്പർ കൊണ്ട് മാത്രം താഴോട്ട് ഘടകത്തിൽ ചെയ്യണം, ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 കൊണ്ട് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. എടാ 5നെ 5 കൊണ്ട് ഹരിച്ച 1, 15നെ 5 കൊണ്ട് ഹരിച്ച 3, 30നെ 5 കൊണ്ട് ഹരിച്ച 6 മതി. ഒരു തവണ ചെയ്തു. ഇനി താഴോട്ട് ചെയ്യാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് 2 സംഖ്യകളെങ്കിലും ഹരിക്കാൻ പറ്റിയാൽ മതി. പറ്റും. ഏതാ? 3ഉം 6ഉം പറ്റത്തില്ല, 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് 3 കൊണ്ട് ചെയ്യാം. 1നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 1 അതുപോലെ താത്തിറക്കി. 3നെ 3 കൊണ്ട് ഹരിച്ച 1, 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2. സെറ്റ്. പരിപാടി കഴിഞ്ഞു. ഇനി നടക്കത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇനി എല്ലാം കൂടെ ഗുണിച്ച ആൻസർ ആയി. 5 × 3 15, 15 × 1 15, 15 × 1 15, 15 × 2 30. സോ 5ന്റെയും 15ന്റെയും 30ന്റെ LCM ദാ പിടിച്ചോ. ആൻസർ 30. ആൻസർ 30, 30, 30, 30, 30. ഉത്തരം 30 എന്ന് വരും. സിമ്പിൾ അല്ലേ? പരിപാടി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു എളുപ്പവഴിയുണ്ട്. 5, 15, 30 ഇത്രയും സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാനാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയിലേക്ക് നിങ്ങൾ നോക്കണം. തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയിലേക്ക് നിങ്ങൾ നോക്കുക. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 30 ആണ്. ആ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? 30നെ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും.
30നെ 15 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ തന്നെ ആയിരിക്കും LCM. 30 LCM. സിമ്പിൾ അല്ലേ? തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM എന്നുകൂടി ഓർത്തിരിക്കണം. സംഭവം സെറ്റ്. അങ്ങനെയാണെങ്കിൽ 5, 20, 40. എടാ മക്കളെ, ഏറ്റവും വലിയ സംഖ്യ 40. 40നെ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. 40നെ 20 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. പറ്റുമെങ്കിൽ 40 ആണ് LCM. അത്രേ ഉള്ളൂ പരിപാടി. ഉത്തരം 40 ആണ്. ആൻസർ 40. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിച്ചാലും മതി. പക്ഷെ അത് സമയം എടുക്കും. കുഴപ്പമില്ല. രണ്ട് രീതിയിലും പഠിച്ചു വെച്ചു. പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. 10, 30, 50 ഇത്രയും സംഖ്യകളുടെ LCM വേണം. ഏറ്റവും വലിയ സംഖ്യ ഏതാടാ? ഏറ്റവും വലിയ സംഖ്യ 50 ആണ്. 50നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ 30 കൊണ്ട് പറ്റത്തില്ല. എടാ, ബാക്കിയുള്ള എല്ലാ സംഖ്യകളും കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം. ഇവിടെ അത് നടന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 50ന്റെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് നിങ്ങൾ പോകണം. 50ന്റെ രണ്ടാമത്തെ ഗുണിതം 100 അല്ലേ? ആ 100നെ 10 കൊണ്ട് പറ്റും. പക്ഷെ 30 കൊണ്ട് പറ്റത്തില്ല. വീണ്ടും ബ്ലോക്കായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 50ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിളിലേക്ക് പോകണം. 50ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാല് 50 × 3 150 അല്ലടാ. ആ 150നെ 10 കൊണ്ട് 30 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ലേ? പറ്റും. അങ്ങനെയാണെങ്കിൽ 150 ആണ് LCM. കണ്ടോ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയുടെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് പോകണം. അവിടെയും പറ്റിയില്ലെങ്കിൽ അതിനടുത്ത മൾട്ടിപ്പിളിലേക്ക് പോകണം. അവിടെയും പറ്റിയില്ലെങ്കിൽ അതിനടുത്ത മൾട്ടിപ്പിളിലേക്ക് പോകണം. എപ്പോഴാണോ ബാക്കിയുള്ള എല്ലാ സംഖ്യകളും കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നത് അതാണ് LCM. ഇവിടെ 5, 15, 25 അല്ലെങ്കിൽ നിങ്ങൾ സാധാ പോലെ തന്നെ 10, 30, 50 എഴുതി താഴോട്ട് ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിച്ചാലും മതി. എടാ, 5, 15, 25 ഇത്രയും സംഖ്യകളുടെ LCM ആണ് വേണ്ടത്. ഏറ്റവും വലിയ സംഖ്യ 25. 25നെ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ 15 കൊണ്ട് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 25ന്റെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് വരണം. 25ന്റെ അടുത്ത മൾട്ടിപ്പിൾ 50 ആണ്. പക്ഷേ അപ്പോഴും 15 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ 25ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിളിലേക്ക് ചാട്. 25ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാല് 25 × 3 75. 75നെ 5 കൊണ്ടും 15 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. സോ 75 ആണ് LCM. 75 ആണ് LCM എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിക്കും. കണ്ടോ? ഇത്ര ഉള്ളൂ. അങ്ങനെ നമ്മള് ഒന്നാമത്തെ ടൈപ്പ് കഴിഞ്ഞു. എന്തോ പഠിച്ചു? എണ്ണൽ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പഠിച്ചു. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാൻ പഠിച്ചു. അടുത്തത് ഡെസിമൽ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാനാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാല് മലയാളത്തിലെ ദശാംശ സംഖ്യകൾ എന്ന് പറയും. സോ എടാ മക്കളെ, ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ട് അതിന്റെ LCM കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്നറിയോ? ആ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ ആദ്യം എണ്ണൽ സംഖ്യകളാക്കി മാറ്റണം. ഫസ്റ്റ് സ്റ്റെപ്പ്. തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ എന്താക്കണം? എണ്ണൽ സംഖ്യകളാക്കണം. നാച്ചുറൽ നമ്പർ ആക്കണം. എണ്ണൽ സംഖ്യകളാക്കണം. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, എല്ലായിടത്തും ഓരോ പോയിന്റ് അല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാവരെയും 10 കൊണ്ട് ഗുണിക്കുക അല്ലേ? സാധാരണ അങ്ങനല്ലേ? പോയിന്റ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്നുകിൽ 10 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക. ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? ഇവിടെ എല്ലായിടത്തും ഓരോ പോയിന്റ് അല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാവരെയും 10 കൊണ്ട് അങ്ങ് ഗുണിക്കുക. പരിപാടി കഴിഞ്ഞു. എല്ലാവരെയും അങ്ങ് 10 കൊണ്ട് ഗുണിച്ചേക്ക്. ഇവനെയും 10 കൊണ്ട് ഗുണിക്കുക, ഇവനെയും 10 കൊണ്ട് ഗുണിക്കുക, ഇവനെയും 10 കൊണ്ട് ഗുണിക്കുക. എടാ, 1.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 15 അല്ലേ? 2.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 25 അല്ലേ? 4.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 45 അല്ലേ? ഇനി ഒരു പണി ചെയ്യും. ഇവന്മാരുടെ 3 പേരുടെയും കൂടെ LCM കണ്ടുപിടിക്കുക. അത് എളുപ്പമല്ലേ? അതെന്ത് ചെയ്താൽ മതി? സൈഡിലോട്ട് മാറ്റിയിട്ട് 15, 25, 45 അങ്ങോട്ട് എഴുതുക. ഫാക്ടറൈസ് ചെയ്യുക. 5 കൊണ്ട് പറ്റും. 15നെ 5 കൊണ്ട് ഹരിച്ച 3, 25നെ 5 കൊണ്ട് ഹരിച്ച 5, 45നെ 5 കൊണ്ട് ഹരിച്ച 9, 3, 5, 9 എന്ന് വരും.
ആ 3 9 ഒരു തവണ കൂടെ ചെയ്യാം, 3 കൊണ്ട് ചെയ്യാം. 3നെ 3 കൊണ്ട് ഹരിച്ച 1, 5 അതുപോലെ താത്തറക്കി, കാരണം 5നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ലടാ. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 ആണെന്ന് മനസ്സിലായി. ഇനി ഒരു ഘടകക്രിയ പോസിബിൾ അല്ല. എല്ലാം കൂടെ ഗുണിക്കും. 5 3 കൂടെ ഗുണിച്ചാൽ 15, 5 3 കൂടെ ഗുണിച്ചാൽ 15, 15 15 കൂടെ ഗുണിച്ചാൽ 225 അല്ലേ, 225. അപ്പോൾ ഈ 3 സംഖ്യകളുടെ LCM 225 ആണെന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഉടായ്പ പരിപാടി കാണിച്ചത്. എന്തുവായിരുന്നു? നമ്മൾ കാണിച്ച ഉടായ്പ പരിപാടിയാണ് 10 കൊണ്ട് ഗുണിച്ച പരിപാടി അല്ലേ. നമ്മൾ വെറുതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാ. സോ നമ്മൾ എന്താണോ ചെയ്തത്, എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണോ നിങ്ങൾ ചെയ്തത്, അതിന്റെ റിവേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് താഴെ ചെയ്യണം. നിങ്ങൾ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണോ നിങ്ങൾ ചെയ്തത്, മുകളിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണോ ചെയ്തത്, അതിന്റെ റിവേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് താഴെ ചെയ്യണം. മുകളിൽ നിങ്ങൾ 10 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ താഴെ നിങ്ങൾ 10 കൊണ്ട് ഹരിക്കണം. മുകളിൽ നിങ്ങൾ 10 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ താഴെ 10 കൊണ്ട് ഹരിക്കണം, താഴെ 10 കൊണ്ട് ഹരിക്കണം. സോ 225നെ 10 കൊണ്ട് ഹരിച്ചാല് ഉത്തരം 22.5. ഉത്തരം 22.5. പരിപാടി കഴിഞ്ഞു. മുകളിൽ നിങ്ങൾ 100 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ താഴെ 100 കൊണ്ട് ഹരിക്കുക. മുകളിൽ 1000 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ താഴെ 1000 കൊണ്ട് ഹരിക്കുക. മുകളിൽ 10 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് താഴെ 10 കൊണ്ട് ഹരിച്ചു. ആൻസർ 22.5. പരിപാടി കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം പിടിച്ചു. 4.5, 0.9, 1.8. ആദ്യം എന്ത് ചെയ്യേണ്ടത്? എല്ലായിടത്തും ഓരോ പോയിന്റ് അല്ലേ ഉള്ളൂ. എല്ലാവരെയും 10 കൊണ്ട് ഗുണിക്കുക. എല്ലാവരെയും 10 കൊണ്ട് ഗുണിച്ചാൽ 4.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 45, 0.9നെ 10 കൊണ്ട് ഗുണിച്ചാൽ 9. എടാ 1.8നെ 10 കൊണ്ട് ഗുണിച്ചാൽ 18. എഴുതി വെച്ചു. ഓക്കെ അല്ലേ? എന്നിട്ട് ഇവന്മാരുടെ LCM അങ്ങ് കണ്ടുപിടിക്കുക വെറുതെ. 9, 18, 45. 9ന്റെയും 18ന്റെയും 45ന്റെയും LCM കണ്ടുപിടിക്ക്. 3 കൊണ്ട് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് 2 കൊണ്ടോ 3 കൊണ്ടോ 5 കൊണ്ടോ 7 കൊണ്ടോ 11 കൊണ്ടോ 13 കൊണ്ടോ മാത്രം ചെയ്യാൻ പാടുള്ള റൂള്. പക്ഷെ നമ്മള് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളെയും ഏതെങ്കിലും വലിയ സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ വലിയ സംഖ്യ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നാണ്. അപ്പൊ നമുക്ക് 3 കൊണ്ട് തന്നെ ചെയ്താൽ മതി. 9നെ 3 കൊണ്ട് ഹരിച്ച 3, 18നെ 3 കൊണ്ട് ഹരിച്ച 6 വരും, 45നെ 3 കൊണ്ട് ഹരിച്ചാൽ 15 വരും. വീണ്ടും ഒരു തവണ കൂടി 3 കൊണ്ട് ചെയ്യാം. എടാ കുഞ്ഞുങ്ങളെ, 3നെ 3 കൊണ്ട് ഹരിച്ച 1, 6നെ 3 കൊണ്ട് ഹരിച്ച 2, 15നെ 3 കൊണ്ട് ഹരിച്ച 5. ഇനി ഒരു ഘടകക്രിയ പോസിബിൾ അല്ല. എല്ലാം കൂടെ ഗുണിക്കുക. അതായത് 3 3 കൂടെ ഗുണിച്ചാൽ 9. 9 × 5 45, 45 × 2 90. നമുക്ക് LCM കിട്ടി 90 എന്ന് കിട്ടി. LCM 90 എന്ന് കിട്ടി. എടാ LCM 90 എന്ന് കിട്ടി. ഇങ്ങനെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടി എന്താണ് ചെയ്തത്? 10 കൊണ്ട് ഗുണിച്ചല്ലേ? 10 കൊണ്ട് ഗുണിച്ചില്ലേ? അപ്പൊ അതിന്റെ റിവേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് താഴെ ചെയ്യണം. അതായത് 10 കൊണ്ട് ഹരിക്കുക, 10 കൊണ്ട് ഹരിക്കുക. 90നെ 10 കൊണ്ട് ഹരിച്ച ഉത്തരം 9. ആൻസർ 9 എന്ന് വരും. സിമ്പിൾ പരിപാടി. എന്താണോ നിങ്ങൾ മുകളിൽ ചെയ്തത് അതിന്റെ റിവേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് താഴെ ചെയ്യണം എന്നുകൂടി നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. അങ്ങനെ എണ്ണൽ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പഠിച്ചു. ദശാംശ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്ന സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പോവാം. ഫ്രാക്ഷൻ. എന്താണ് ഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എടാ ഒരു സംഖ്യ മുകളിൽ എഴുതി വെക്കണം, തൊട്ടു താഴെ മറ്റൊരു സംഖ്യ എഴുതണം അല്ലേ? ഈ രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ എന്ന് പറയും. ആ മുകളിൽ എഴുതുന്നവനെ പറയുന്ന പേര് ന്യൂമറേറ്റർ. താഴെ എഴുതുന്നവനെ പറയുന്ന പേര് ഡിനോമിനേറ്റർ. മുകളിൽ എഴുതി വെക്കുന്ന സംഖ്യയെ പറയുന്ന പേര് ന്യൂമറേറ്റർ, താഴെ എഴുതുന്ന സംഖ്യയെ പറയുന്ന പേര് ഡിനോമിനേറ്റർ. സോ അങ്ങനെ കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ട് അതിന്റെ LCM കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, എടാ LCM കണ്ടുപിടിക്കാൻ ചോദിച്ചാല് നിങ്ങൾ പറയണം ആ മുകളിൽ കിടക്കുന്നവനെ പറയുന്ന പേര് ന്യൂമറേറ്റർ, താഴെ കിടക്കുന്നവനെ പറയുന്ന പേര് ഡിനോമിനേറ്റർ.
ആണേ? സാധാരണ അങ്ങനല്ലേ? ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് മുകളിൽ കിടക്കുന്നവനെ പറയുന്ന പേര് ന്യൂമറേറ്ററും താഴെ കിടക്കുന്നവനെ പറയുന്ന പേര് ഡിനോമിനേറ്ററും. സോ കുറച്ച് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിന്റെ LCM കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ദാണ്ടെ LCM അതുപോലെ അങ്ങ് എഴുതണം. മുകളിൽ നിങ്ങൾ LCM ആണ് എഴുതിയെങ്കിൽ താഴെ എന്ത് എഴുതണം? HCF എന്ന് എഴുതണം. കണ്ടോ? ഇത്രയുള്ള പരിപാടി. അതായത് ഭിന്നസംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ ചോദിച്ചാല് അംശങ്ങളുടെ ലസാഗു ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ ഉസാഗ. അത്രേ ഉള്ളൂ. അംശങ്ങളുടെ ലസാഗു ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഉസാഗ. അതായത് ഒന്നും കൂടെ പറയാം, നിങ്ങൾക്ക് LCM ആണ് വേണ്ടതെങ്കിൽ LCM അതുപോലെ അങ്ങ് എഴുതുക. അപ്പൊ തൊട്ട് താഴെ എന്ത് എഴുതണം? HCF എന്ന് എഴുതണം. അത്രേ ഉള്ളൂ പരിപാടി. ഇനി അവർ HCF കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ? കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ട് അതിന് HCF കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ പഴയതുപോലെ മുകളിൽ വരുന്നവനെ പറയുന്ന പേര് ന്യൂമറേറ്റർ, താഴെ വരുന്നവരെ ഡിനോമിനേറ്റർ. എടാ HCF ആണ് ചോദിക്കുന്നതെങ്കിൽ അതുപോലെ അങ്ങ് HCF എന്ന് എഴുതണം. വേറൊന്നും ആലോചിക്കണ്ട. അപ്പൊ താഴെ എന്ത് വരും? LCM എന്ന് വരും. അത്രേ ഉള്ളൂ. അതായത് അംശങ്ങളുടെ ഉസാഖ ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ലസാഗു എന്ന് നോട്ട് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഒന്നും കൂടെ പറയാം, ഭിന്നസംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ന്യൂമറേറ്റേഴ്സിന്റെ LCM ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിന്റെ HCF. നേരെ തിരിച്ച് ഫ്രാക്ഷൻസിന്റെ HCF കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ന്യൂമറേറ്റേഴ്സിന്റെ HCF ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിന്റെ LCM എന്ന് ഓർത്തിരിക്കണം. സോ അത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. സോ ഈ ഒരു ചോദ്യം കൂടി നമുക്ക് ക്ലാസ്സിൽ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ചോദ്യം 2/3, 4/9, 5/6 ഇവന്മാരുടെ LCM കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. LCM കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അങ്ങോട്ട് എഴുതണം LCM എന്ന്. കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മുകളിൽ കിടക്കുന്നവന്മാരുടെ LCM, മുകളിൽ കിടക്കുന്നവന്മാർ ആരാ? 2, 4, 5 അവന്മാരുടെ LCM ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്നവന്മാരുടെ HCF. താഴെ കിടക്കുന്നവന്മാർ ആരാ? 3, 6, 9 ഇവന്മാരുടെ HCF. എടാ 2, 4, 5 LCM. 2ന്റെയും 4ന്റെയും 5ന്റെയും LCM കണ്ടുപിടിക്കാൻ ഫാക്ടറൈസ് ചെയ്യും. 2 കൊണ്ട് ചെയ്യാം. 2നെ 2 കൊണ്ട് ഹരിച്ച 1, 4നെ 2 കൊണ്ട് ഹരിച്ച 2, 5 അതുപോലെ താത്തിറക്കി. ഇനി ഒരു ഘടകക്രിയ പോസിബിൾ അല്ല. എല്ലാം കൂടെ ഗുണിക്കുക. 2 1 കൂടെ ഗുണിച്ച 2, 2 2 4, 4 5 20, LCM 20 എന്ന് കിട്ടി. അപ്പൊ LCM 20 ആണെന്ന് മനസ്സിലായി. ഡിവൈഡഡ് ബൈ 3ന്റെയും 6ന്റെയും 9ന്റെയും HCF. 3, 6, 9 HCF കണ്ടുപിടിക്കാനും ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കേണ്ടത്. എന്തറിയോ? ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഈ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു തർക്കവും. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തോ അറിയോ? തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളെയും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം. താത്തിറക്കുന്ന പരിപാടി പറ്റത്തില്ല. അതായത് HCF കണ്ടുപിടിക്കുമ്പോൾ താത്തിറക്കുന്ന പരിപാടി പറ്റത്തില്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അത്രമാത്രം ഓർത്തിരുന്നാൽ മതി. തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളെയും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം. മറ്റേതാവുമ്പോ 2 എണ്ണം പറ്റിയാൽ മതി, താത്തിറക്കാം. പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല. ഇവിടെ 3, 6, 9 ഇവന്മാരെ 3 പേരെയും 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ലടാ. പറ്റും. സോ 3നെ 3 കൊണ്ട് ഹരിച്ച 1, 6നെ 3 കൊണ്ട് ഹരിച്ച 2, 9നെ 3 കൊണ്ട് ഹരിച്ച 3. എന്നിട്ട് അവിടെ ആവുമ്പോ നമ്മൾ എല്ലാം കൂടെ അല്ലേ ഗുണിക്കുന്നത്. HCFനകത്ത് സൈഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സൈഡ് ഒള്ളി സൈഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സൈഡ് മാത്രമാണെങ്കിൽ ഉത്തരം 3 ആണ്. അതായത് ഉത്തരം 20/3 എന്ന് എഴുതി അവസാനിപ്പിക്കണം. അതായിരുന്നു ആ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ LCM. അപ്പൊ അങ്ങനാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ചോദ്യം നാ പിടിച്ചു. 1/2, 2/3, 3/4 ഇത്രയും സംഖ്യകളുടെ LCM നിങ്ങൾ കണ്ടുപിടിച്ച് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഇനി ഈ ഭാഗത്ത് നമ്മൾ വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. ഇതിന്റെ രണ്ടാമത്തെ പാർട്ടില് തീർച്ചയായിട്ടും നമ്മൾ ബാക്കി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെ പഠിച്ചു? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പഠിച്ചു. ദശാംശ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പഠിച്ചു. ഭിന്നസംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി കൃത്യംഗ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ ഉണ്ട്. അപ്പം LCM തീർന്നു. ഇനി ഇവന്മാരുടെ 4 പേരുടെയും കൂടെ HCF ഉണ്ട്.
പിന്നെ ഒരു 6-7 ടൈപ്പ് അല്ലാതെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ ഉൾപ്പെടുത്തും. സോ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ സജഷൻ എന്തു തന്നെയാണെങ്കിലും ഇതിന് തൊട്ട് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ സജഷൻ അനുസരിച്ചിട്ടായിരിക്കും അടുത്ത വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പരമാവധി ഇത്തരം ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തി ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതിക്കൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ്, നിങ്ങൾക്ക് അടുത്തതായിട്ട് അറിയാത്ത ടോപ്പിക്കുകളെല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്നുകൂടി ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. ഇന്ന് ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് LCM, എന്താണ് HCF എന്ന് പറഞ്ഞു, വിവിധ തരം സംഖ്യകളുടെ LCM എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇതിന് ബാക്കിയുണ്ട്, കൃത്യംഗ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സംഖ്യകളുടെ HCF കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റൂള് വരുന്നുണ്ട്, അതുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 6-7 ടൈപ്പ് ചോദ്യങ്ങൾ കൂടി ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നുണ്ട്. ഇത്രയും പഠിക്കുമ്പോൾ നമ്മുടെ LCM ആൻഡ് HCF എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാവും. ഇത്തരത്തിലെ ഓരോ ചാപ്റ്ററിന്റെയും ഏറ്റവും അടിസ്ഥാനം മുതൽ വരുന്ന ചോദ്യങ്ങൾ വരെ, സോ അടിസ്ഥാനമായിട്ടുള്ള ചോദ്യങ്ങൾ മുതൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ എല്ലാ ചോദ്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ചെയ്തു പഠിക്കുമ്പോഴാണ് ഒരു ടോപ്പിക്ക് നിങ്ങൾ എക്സ്പേർട്ട് ആവുന്നത്, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുന്നത്. അല്ലാതെ അവിടെ പഠിച്ച് ഇവിടെ പഠിച്ച് മാത്രം പോയിട്ട് കാര്യമില്ല. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ CSEB പരീക്ഷകളിലെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അത്രയും വരെ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് എക്സ്പേർട്ട് ആവും. പിന്നെ അവിടെ അപ്ഡേറ്റ്സ് ഇല്ല. സോ അങ്ങനെയാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. തുടക്കക്കാരെ വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ CCയിലെ വരാൻ പോകുന്ന ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് മുമ്പേ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ നിങ്ങളെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായിട്ട് CCയിലെ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ എല്ലാവർക്കും ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. തുടക്കം മുതൽ, അതായത് ഇതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിന്റെയും ഇത്തരത്തിലെ തുടക്കം മുതൽ നമ്മൾ പഠിപ്പിച്ച് പതുക്കെ സെറ്റാക്കി നിങ്ങളെ എക്സ്പേർട്ട് ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു വലിയൊരു നല്ലൊരു റിസൾട്ട് ഓറിയന്റഡ് ബാച്ചാണ്. പരമാവധി റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്ന, ഏറ്റവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഒന്നും എക്സ്പേർട്ട് ലെവലിലൊന്നും അല്ല, തുടക്കക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടും. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന രീതിയിലെ ഏറ്റവും പുതിയ ബാച്ചുകളാണ് ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്ന ബാച്ച്. സോ അഡ്മിഷൻ എടുക്കുവാനും ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ആ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. സോ അതിന്റെ റെക്കോർഡ് വെർഷൻസ് ഉണ്ടോ, ആപ്പിനകത്ത് നമ്മൾ അല്ലാതെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ഡെയിലി മോക്ക് എക്സാമുകളുണ്ട്, മോഡൽ എക്സാമുകളുണ്ട്, അതുപോലെ OMR പരീക്ഷകളുണ്ട്. അതേപോലെ ഒരു കൃത്യമായി നിങ്ങളെ നയിക്കാൻ ഒരു മെന്റർ ഉണ്ടാവും. സോ ആ മെന്ററിന്റെ സഹായത്തോടെ ആയിരിക്കും നിങ്ങൾ ഓരോ ദിവസങ്ങളും പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ആക്കുന്നത്. ഇത്തരം സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന അടുത്ത മത്സര പരീക്ഷ തീർച്ചയായിട്ടും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും ഞാൻ പരിശോധിക്കും. നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒന്നാമത്